Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചായക്കട സ്റ്റൈലിലുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ അതിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 4 പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് സോഡാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സോഡാപ്പൊടി ഓപ്ഷണൽ ആണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചായക്കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിക്ക് അപ്പുറത്തെ കോട്ടിങ്ങിന് അല്പം നല്ല കട്ടിയുള്ള കോട്ടിംഗ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, അല്ലാതെ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ പഴം എടുക്കുമ്പോൾ അല്പം പഴുത്ത പഴം എടുക്കുന്നതാണ് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത്. കാരണം ആ പഴത്തിൻ്റെ മധുരം കൂടി അതിനകത്തുണ്ടാകും. അപ്പോൾ നമുക്ക് അത്രയും പഞ്ചസാര ബാറ്ററിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മൈദാപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മൾ എത്രമാത്രം പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ബാറ്റർ അതിന് വേണ്ടിയിട്ടുള്ള കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. പഞ്ചസാരയുടെ അളവാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മധുരം ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതെടുക്കാവുന്നതാണ്. പിന്നെ പഴത്തിൻ്റെ മധുരം അതൊക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിനകത്ത് ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ചിലതിലേക്ക് അരിപ്പൊടി ചേർക്കാറുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ആ പുറത്തെ ആ കോട്ടിങ്ങിന് അല്പം ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അല്പം അരിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നല്ല ഒരു സ്മെല്ല് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഏലക്ക പൊടിച്ചത്. അതുപോലെ ജീരകം ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. ജീരകം 2 ജീരകവും, നല്ല ജീരകവും ചേർക്കും, പെരുംജീരകവും ചേർക്കുന്ന ബാറ്ററിൻ്റെ കൂടെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് ഈ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പം 1 കപ്പ് മൈദാപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ ആ ബാറ്ററിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ ഇതിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും കിട്ടുന്നതും ഹെൽത്തി ആയിട്ടുള്ളതും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം, കൃത്യമായിട്ടുള്ള ഒരു അളവില്ല. അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ്. അതും 1 നുള്ള് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത്രയും കൂടെ ചേർത്ത ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഇഡലിമാവിൻ്റെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് അത് ആ പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പഴം വേറെയും ഈ ഒരു കോട്ടിങ് വേറെയായിട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിങ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഒരുപാട് ലൂസായി പോകരുത്, അതേസമയം ഒരുപാട് തിക്കാവാനും പോകരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഒരുപാട് ലൂസായിട്ടല്ല, ഒരുപാട് വെള്ളമായിട്ടില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിൽ ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനൊരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ മാവൊന്ന് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നിങ്ങൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം, ഈ മാവ് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് അല്പം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഡാപ്പൊടി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇനി നമുക്ക് ഇതിലേക്കുള്ള പഴം എങ്ങനെ മുറിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പഴമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നടുകെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ചായക്കടയിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പഴം 3ഉം 4ഉം ഒക്കെ ആയിട്ട് മുറിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇപ്പോൾ എടുക്കുന്ന പഴം അല്പം വലിയ വലുപ്പമുള്ള നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ അതൊരു 3ആയിട്ടൊക്കെ ഇതേപോലെ ലെങ്തി ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും അല്പം കൂടി നല്ലത്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ള പഴം കൂടെ മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പം ഇത് ചെറിയ പഴമാണ്, വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പഴം രണ്ടായിട്ട് നടുകെ വെച്ച് മുറിക്കാം. അതിനുശേഷം ഓരോ സ്ലൈസും ഇതുപോലെ പകുതി കിട്ടുന്നത് ഇതേപോലെ നമുക്ക് നടുകെ മുറിച്ചെടുക്കാം. അത് 2, 3 ആയിട്ട് നടുകെ മുറിച്ചെടുക്കാം. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഒരുപോലെ തന്നെ വരത്തുള്ളൂ. ചായക്കടയിലൊക്കെ ആണെങ്കിൽ അവരുണ്ടാക്കുമ്പോൾ വലിയ ചീനിച്ചട്ടിയിൽ ഒരുപാട് എണ്ണ ഒഴിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ നടുകെ മുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ ലാഭിക്കാം. ഒരുപാട് എണ്ണ ആവശ്യം വരത്തില്ല. എപ്പോഴും ഇത് നന്നായിട്ട് മുങ്ങിക്കിടന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് നടുകെ മുറിച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഇതേ രീതിയിൽ നീളത്തിൽ 2 സ്ലൈസ് ആയിട്ടാണ് എടുക്കുന്നത്. എണ്ണ ഇപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി ഓരോ പഴത്തിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് ആ ബാറ്ററിൽ മുങ്ങിയിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരേ സമയത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പഴംപൊരിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്